ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പടം കാണാത്തവർ ആരെങ്കിലും വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് അടിക്കുക. ഇത് പടം കണ്ടവർക്ക് മാത്രമുള്ളൊരു വീഡിയോ ആണ്. പടം കണ്ടവർക്ക് ഈ പടത്തിന്റെ കഥാ പശ്ചാത്തലത്തെ പറ്റി ഒരു കുന്ന് ഡൗട്ട് കാണും. ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ പടം രണ്ടാമത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ സെക്കൻഡ് വാച്ചിൽ കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ പടം കണ്ടവർ മാത്രം വീഡിയോ കാണുക. നല്ല സ്പോയിലറാണ്. പിന്നെ നമ്മൾ പടത്തിന്റെ ഫുൾ കഥയിലോട്ടൊന്നും പോകുന്നില്ല. പടത്തിന്റെ ചില ഏരിയകൾ മാത്രമാണ് ഡീകോഡ് ചെയ്യുന്നത്. അപ്പോ തുടങ്ങാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ പടത്തിലൂടെ അവർ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാ, നമ്മളീ കാണുന്ന ലോകമില്ലേ, അതിങ്ങനല്ല. ശരിക്കുള്ള ലോകം വേറെ എങ്ങനെയോ ആണ്. നമ്മൾ കേട്ടു വളർന്ന മിത്തുകളൊന്നും വെറും മിത്തുകളല്ല, അതായത് വെറും കെട്ടുകഥകളല്ല, യാഥാർത്ഥ്യമാണ്. അവരും നമ്മൾക്കിടയിൽ നമ്മളറിയാതെ നമ്മളെ പോലെ ജീവിക്കുന്നുണ്ട് എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഒരു വേൾഡ് ബിൽഡിംഗ് തന്നെ ഭയങ്കര പീക്കാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറതാ. പൊതുവെ കേരളത്തിലെ കെട്ടുകഥകളൊക്കെ ഭയങ്കര എപ്പിക് ആൻഡ് എക്സാജറേറ്റഡ് ആണ്. അതിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ സ്റ്റഡി നടത്തി അതിനെ ഈ കാലഘട്ടത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അത് ഈ കാലഘട്ടത്തിലും നിൽക്കുന്നില്ല. ഈ കഥയോ കഥാപാത്രങ്ങളെയോ എവിടെയും തളച്ചിടുന്നുമില്ല. സിനിമയുള്ള കാലം വരെ ഈ ഫ്രാഞ്ചൈസ് കൊണ്ടുപോകാൻ കഴിയുന്നത്ര പരിപാടിയാണ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കഥകൾക്ക് കാലഘട്ടം ഒരു പ്രശ്നമല്ല. ഈ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിനെ ഏത് കാലഘട്ടത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. കാരണം ഈ പടത്തിൽ അത് അത്രത്തോളം കൺവിൻസിങ് ആണ്. അവർ കൺവിൻസ് ചെയ്തു. ടൈറ്റിൽ ലീഡ് ചന്ദ്ര, കല്യാണി പ്രിയദർശൻ, സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ഉള്ള ഒരു സൂപ്പർ വുമൺ. അതിനവർ കൺവിൻസ് ചെയ്തത് ഐതിഹ്യങ്ങളിലൂടെയാണ്. ഇവര് പുരാണങ്ങളിലേക്ക് പോകാതെ മലയാളികളുടെ പൾസ് ആയിട്ടുള്ള ഐതിഹ്യമാലയിലേക്ക് പോയി. ഐതിഹ്യമാലയിൽ നമ്മൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള കുറെ കഥകളും കഥാപാത്രങ്ങളും ഉണ്ട്. അതിലൊന്നാണ് കള്ളിയങ്കാട്ട് നീലി. കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രേതമാണ് കള്ളിയങ്കാട്ട് നീലി. പ്രേതത്തിനായിട്ട് ഒരു കോമൺ ഫിനോമിനൽ സ്റ്റോറിയുടെ തുടക്കവും കള്ളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്നാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കള്ളിയങ്കാട്ട് നീലിയുടെ കഥയല്ല ലോകയിൽ കൊണ്ടുവന്നത്. ഇതിൽ പിടിച്ചിരിക്കുന്നത് മറ്റൊരു സിനിമാറ്റിക് റെവല്യൂഷണറി ട്രാക്കാണ്, ഒരു കുട്ടിയെ വെച്ചിട്ട്. യഥാർത്ഥ നീലിയുടെ കഥ അങ്ങനല്ല. നീലിയുടെ കഥ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വൈഡാണ്. ഡുവൽ ബർത്ത് റീബർത്ത് തിയറികളുമായി ബന്ധപ്പെട്ടാണ് ശരിക്കുള്ള നീലിയുടെ കഥയുള്ളത്. പണ്ട് കാർവേണി എന്ന് പറയുന്ന ദേവദാസിയായ ഒരു അമ്മയ്ക്ക് അല്ലി എന്ന് പേരുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു. അല്ലി നല്ല സുന്ദരിയായിരുന്നു. അടുത്തുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്ന നമ്പിയുമായിട്ട് അല്ലി പ്രണയത്തിലായിരുന്നു. അല്ലി വൻ സീരിയസ് ആയിരുന്നു, മറ്റവൻ വൻ ഉടായിപ്പു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്പിയുടെ ഉടായിപ്പ് അല്ലിയുടെ അമ്മ കൈയുടെ പൊക്കി വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. നമ്പിയെ വീട്ടിൽ നിന്ന് കയറ്റോടെ അടിച്ചപ്പോ വൈഫായിട്ടുള്ള അല്ലിയും വീട്ടിൽ നിന്ന് ആഭരണങ്ങളൊക്കെ എടുത്ത് നമ്പിയുടെ കൂടെ പോയി. അങ്ങനെ വീട് വിട്ടിറങ്ങി രാത്രിയായപ്പോ അവരൊരു കാട്ടിൽ വിശ്രമിച്ചു. അല്ലി ഒന്ന് ഉറങ്ങിയ ടൈമിൽ ആ കള്ളപ്പന്നി കല്ലെടുത്ത് തലടിച്ച് പൊളിച്ചവളെ കൊന്നിട്ട് സ്വർണം അടിച്ചുകൊണ്ട് പോയി. പോന്ന വഴിയിൽ അവനും പാമ്പ് അടിച്ചു ചത്ത്. അങ്ങനെ വീട് വിട്ടിറങ്ങിയ അല്ലിയെ തപ്പി സഹോദരൻ വന്നപ്പോ കള്ളിയങ്കാട്ടിൽ ബ്രൂട്ടലായി കൊല്ലപ്പെട്ട് കിടക്കുന്ന അല്ലിയെ കണ്ട് ബ്രദറും അല്ലി ചത്ത്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലിയും സഹോദരനും ചോളരാജാവിന്റെ മക്കളായി പുനർജനിച്ചു, നീലിയും നീലനും. പക്ഷെ ഇവര് കുറച്ച് വേറെ ടൈപ്പായിരുന്നു. ബ്രൂട്ടൽ മെന്റാലിറ്റി ആയിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ ജനനത്തോടു കൂടി ചോളരാജ്യം തകരാൻ തുടങ്ങി. ഇവര് രാജാവിന് ഒരു തലവേദനയായി മാറി. അങ്ങനെ രാജാവ് പ്രശ്നം വെച്ചപ്പോ പ്രശ്നം മക്കളാണെന്ന് അറിഞ്ഞ് പ്രശ്നം വഷളാവാതിരിക്കാൻ അവരെ തട്ടിക്കൊണ്ടുപോയി നാഗർകോവിലിനടുത്തുള്ള പഞ്ചമം കാട്ടിൽ ഉപേക്ഷിച്ചു. അങ്ങനെ അവരവിടെ നിന്ന് കള്ളിയങ്കാട്ടിൽ വന്ന് സ്പോട്ട് മാർക്ക് ചെയ്ത് പരിപാടി തുടങ്ങി. കുഴപ്പക്കാരെല്ലാം കാട്ടിൽ വരുത്തി കൊന്ന് ചോര ഒടിക്കാൻ തുടങ്ങി. അങ്ങനെ നീലി കള്ളിയങ്കാട്ടിലെ ഒരു ഭീകര യക്ഷിയായി മാറി. അങ്ങനെ നീലിയുടെ നീലന്റെ ശല്യം കൂടി വന്നപ്പോ അവരെ പിടിക്കാൻ ഒരുപാട് മന്ത്രവാദികൾ വന്നെങ്കിലും നീലിയെ മാത്രം പിടിക്കാൻ പറ്റിയില്ല. നീലനെ മാത്രം ഒരാൾ തളച്ചു. അങ്ങനെ നീലി കൊന്നു. അങ്ങനെ നീലിയെ പിടിക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാള് വന്നത്. ഒരു അഡാർ എൻട്രി, കടമറ്റത്ത് കത്തനാർ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടറിലേക്കും എത്തി. കടമറ്റത്ത് കത്തനാർ 13ാം നൂറ്റാണ്ടിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു 10 വയസ്സുകാരനായിരുന്നു പൗലോസ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അനാഥനായി ജീവിച്ചിരുന്ന പൗലോസ് എപ്പോഴും കടമറ്റത്ത് പള്ളിയിലായിരുന്നു. പള്ളിയിലെ പൗലോസിന്റെ സ്ഥിര സാന്നിധ്യവും പെരുമാറ്റവും കഴിവുകളും അന്നത്തെ കത്തനാരച്ചനെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. അതുകൊണ്ട് തന്നെ കത്തനാരച്ചൻ പൗലോസിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനെ പോലെ വളർത്തി. പള്ളി കാര്യങ്ങളിൽ അവനുള്ള ആത്മാർത്ഥതയും വിശ്വാസവും ഉത്തരവാദിത്വവും കണ്ട കത്തനാരച്ചൻ പൗലോസിനെ തന്റെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചു.
അതിനായി കത്തനാരച്ചൻ പൗലോസിനെ എല്ലാ അറിവുകളും പരിശീലിപ്പിച്ചു. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു. പരിശീലനങ്ങളെല്ലാം ഫലം കണ്ടു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ കത്തനാരച്ചന് ഒരുപാട് പശുക്കളുണ്ട്. ഈ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് പൗലോസ് ആയിരുന്നു. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം മേയ്ക്കാൻ വിട്ട പശുക്കളെ കൊണ്ടുവരാൻ പോയ പൗലോസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. പശുക്കളിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ്. അടുത്തുള്ള പരിസരത്തൊക്കെ പശുവിനെ നോക്കിയിട്ട് കാണാത്ത പൗലോസ് പശുവിനെ അന്വേഷിച്ച് ഉൾക്കാട്ടിലേക്ക് പോയി. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പോയ പൗലോസ് ഒരു മലയിടുക്കിൽ ചെന്ന് പെടുന്നു. മലയിടുക്കിനുള്ളിലെ ഒരു ഗുഹയിൽ നിന്നും പശുവിന്റെ ശബ്ദം കേട്ട പൗലോസ് അതിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. ഗുഹയ്ക്കുള്ളിലേക്ക് കയറി പൗലോസ് കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. അതൊരു ഗുഹയായിരുന്നില്ല. അതിനുള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഉള്ളിലെത്തിയ പൗലോസിനെ ചില വിചിത്ര മനുഷ്യർ കടന്നു പിടിച്ച് ബന്ധനസ്ഥനാക്കി. അവരായിരുന്നു ഒടിയന്മാർ. ഒടിയൻ പുലിയുടെ വേഷത്തിൽ വന്ന് പശുവിനെ വേട്ടയാടിയതായിരുന്നു. ആ പശുവിനെ രക്ഷിക്കാൻ വന്ന പൗലോസ് ഇപ്പോ ഒടിയന്മാരുടെ പിടിയിലായി. അങ്ങനെ ഒടിയന്മാരുടെ ഒളിത്താവളം കണ്ടെത്തിയ പൗലോസിനെ ഒടിയന്മാർ ഗുഹയ്ക്കുള്ളിലൂടെ പാതാളത്തിനുള്ളിലെ അവരുടെ ഒരു വിചിത്ര ലോകത്തിലേക്ക് കൊണ്ടുപോയി. ശേഷം ഈ ഒടിയന്മാരുടെ ഒരു മെയിൻ ലീഡർ ഉണ്ട്. ഈ ഒടിയനെയും മാടനെയും ചാത്തനെയും സർവ്വഭൂത പ്രേതഗണങ്ങളെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരാൾ. ഇതിന്റെ എല്ലാം പവർ ഹൗസ് മൂത്തോൻ. ഒടിയന്മാർ ബന്ധനസ്ഥനാക്കിയ പൗലോസിനെ മൂത്തോന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കൊന്നു തിന്നാനായിരുന്നു ഒടിയന്മാരുടെ പ്ലാൻ. പക്ഷെ പൗലോസിന് എന്തോ വിചിത്രമായി ഉണ്ടെന്ന് മനസ്സിലാക്കിയ മൂത്തോൻ പൗലോസിനെ തടങ്കലിലടയ്ക്കാൻ പറയുന്നു. ഭൂതങ്ങളെയും പ്രേതങ്ങളെയും മാത്രം കൂട്ടിനീട്ടിയ മൂത്തോന് പൗലോസ് ഒരു ചെറിയ അത്ഭുതമായിരുന്നു. കാരണം ഒരു പശുവിനെ തപ്പി ഒടിയന്മാർ ലോകത്തിന് മുന്നിൽ മറച്ചു വെച്ചിരുന്ന മറ്റൊരു ലോകത്തേക്കാണ് ഒരു സാധാരണ മനുഷ്യൻ കയറി ചെല്ലുന്നത്. അപ്പോ അവനിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മൂത്തോൻ പൗലോസുമായി കൂടുതൽ ഇടപഴകുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. മൂത്തോനും പൗലോസും തമ്മിൽ വലിയൊരു സൗഹൃദം ഉണ്ടായി. പൗലോസ് ജെന്യൂൻ ആയതുകൊണ്ട് തന്നെ മൂത്തോൻ പൗലോസിന് ചില അമാനുഷിക കഴിവുകൾ സാധ്യമാക്കി കൊടുക്കുന്നു. ഒരുപാട് മായാജാലങ്ങളും മന്ത്രജാലങ്ങളും പരിശീലിപ്പിച്ച് പൗലോസിനെ മൂത്തോൻ ഒരു സൂപ്പർ ഹ്യൂമൻ ആക്കുന്നു. മൂത്തോൻ പൗലോസിനെ ഇതെല്ലാം പരിശീലിപ്പിച്ചതിന്റെ ഉദ്ദേശം അവനെ തന്റെ പിൻഗാമിയാക്കുക എന്നതായിരുന്നു. എന്നാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൗലോസിന് ഇപ്പോഴും തന്റെ നാടും പള്ളിയും മതി. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. 12 വർഷത്തെ പരിശീലനവും. ഒരു കാര്യത്തിൽ മാത്രം മൂത്തോന് തെറ്റി. പൗലോസ് മൂത്തോൻ വിചാരിച്ചിരുന്നത് പോലെ ഒരാളായിരുന്നില്ല. ഈ 12 വർഷത്തെ അടിമജീവിതത്തിനോടൊപ്പമുള്ള പരിശീലനത്തിൽ നിന്ന് ലഭിച്ച കഴിവുകൾ പൗലോസ് മൂത്തോനെതിരെ തന്നെ ആദ്യം പ്രയോഗിച്ചു. തന്റെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ഒടിയന്മാരെ തളച്ച് പൗലോസ് ഗുഹയ്ക്ക് പുറത്ത് ചാടി. അവിടുന്ന് രക്ഷപ്പെട്ട പൗലോസ് തന്റെ അമാനുഷിക കഴിവുകൾ സാധാരണ ജനങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നതെന്ന് മനസ്സിലാക്കി തിരികെ കടമറ്റം പള്ളിയിലേക്ക് പോയി. 12 വർഷത്തിനു ശേഷം മടങ്ങിയെത്തിയ പൗലോസിന്റെ അമാനുഷികമായ കഴിവുകൾ മനസ്സിലാക്കിയ സഭ പൗലോസിനെ അടുത്ത കത്തനാരായി നിയമിച്ചു. അങ്ങനെ പൗലോസ് കടമറ്റത്ത് പള്ളിയിലെ കത്തനാരായി. ഇതേ സമയം ഗുഹയ്ക്കുള്ളിൽ ലോകത്തിന്റെ രഹസ്യം മനസ്സിലാക്കി അമാനുഷികമായ കഴിവുകളുമായി പുറത്തു ചാടിയ പൗലോസ് എന്ന കടമറ്റത്ത് കത്തനാരെ പിടിക്കാൻ മൂത്തോൻ ഒരു ഒടിയനെ അയച്ചു. മിക്കവാറും ആ ഒടിയനാവാം ലോകയിൽ നമ്മൾ കണ്ട ദുൽഖർ സൽമാൻ. എന്നാൽ ഒടിയന്മാരുടെ ഒരു സംഘത്തെ തന്നെ കത്തനാര് പൂട്ടി. അങ്ങനെ കത്തനാരെ പിടിക്കാൻ മതിയായ സംഘം തികയാതെ വന്നപ്പോൾ മൂത്തോൻ തളയ്ക്കപ്പെട്ട 390 ചാത്തന്മാരെ ഉണർത്തി കത്തനാരെ പിടിക്കാൻ പറഞ്ഞയച്ചു. അതിലൊരു ചാത്തനെ കത്തനാര് തളച്ചതായും പിന്നീട് ആരാധിച്ചിരുന്നതായും ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. കണക്ഷൻ പോയ പോക്കുണ്ടോ? ലോക സിനിമയിൽ കടമറ്റത്ത് കത്തനാർക്ക് വലിയ സ്പേസ് ഉണ്ടായിരുന്നില്ലെങ്കിലും അടുത്ത പാർട്ടുകളിൽ അതുണ്ടാവും. കാരണം ഇവരെയൊക്കെക്കാളും ടെറർ അങ്ങേരാ. അതുമാത്രമല്ല, ഇവരൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കുന്നതും കത്തനാരാണ്. ലോക സിനിമയുടെ ഒരു മെയിൻ പോയിന്റായി കാണിച്ചിരിക്കുന്നത് തന്നെ കടമറ്റത്ത് കത്തനാർ എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ജസ്റ്റ് നമ്മൾ പടത്തിലൊന്ന് കണ്ടുപോയൊരു ക്യാരക്ടർ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ജയസൂര്യയുടെ കത്തനാർ സിനിമയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചില ഗ്ലിച്ചായിട്ട് നിങ്ങൾക്ക് കത്തനാറിന്റെ ടീസറിൽ കാണാൻ കഴിയും. അപ്പൊ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. ചാത്തന്മാർ വരും. ലോക സിനിമയിൽ ചാത്തനായി വന്നിരിക്കുന്നത് ടൊവിനോയാണ്. ലോക ചാപ്റ്റർ 2 ചാത്തൻ ടൊവിനോയുടെ പടമാണ്. നല്ല കിടുക്ക് കാസ്റ്റിംഗാണ്. നമ്മൾ ലോകയിൽ കണ്ട കോമഡികളിൽ മാത്രമല്ല ചാത്തൻ, വയലൻസിന്റെ ഒക്കെ പീക്കാ. ഈ ചിരിയൊക്കെ കൊലച്ചിരിയാവും. ഈ കൊലച്ചിരി എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത് ചാത്തൻ കഥകളിൽ നിന്നാണ്. പണ്ട് കാലത്ത് പൗർണമിയിൽ പുലർച്ചെ പ്രസവിച്ച പശുവുള്ള വീടുകളിൽ ചാത്തൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ വരും. എന്നിട്ട് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കുടിക്കും. ഈ പാല് കുടിച്ച കിക്കിൽ ചാത്തൻ കുറച്ചു നേരം മത്തടിച്ചൊരു 10 സെക്കൻഡ് മയങ്ങും. മയങ്ങുന്ന ടൈമില് ചാത്തന്റെ മന്ത്രവടി താഴെ പോവും. ആ തക്കത്തിന് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ചില മന്ത്രവാദികൾ ചാത്തനെ പിടിക്കാൻ വേണ്ടി ഈ മന്ത്രവടി എടുത്തോണ്ടോടും. ഈ ഓടുന്ന ടൈമിൽ ചാത്തൻ പിന്നാലെ ആണ്. പക്ഷെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നോക്കിയ സ്പോട്ടിൽ തീർക്കും.
അതുകൊണ്ട് നേരെ വെച്ച് പിടിച്ച് ഓടിക്കണം. ഓടുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ചാത്തൻ മന്ത്രവടി നേടാൻ വേണ്ടി പല പരിപാടിയും കാണിച്ച് പ്രലോഭിപ്പിക്കും. ഈ കുഞ്ഞുങ്ങളുടെ സൗണ്ടിൽ കരഞ്ഞോണ്ട് ഓടും. അങ്ങനെയൊക്കെ. അങ്ങനെ ഒടുവിൽ എങ്ങാണോ തിരിഞ്ഞ് നോക്കിപ്പോയ ചാത്തൻ പിടിച്ച് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തും. ഇങ്ങനെയാണ് കഥ. അങ്ങനെ ഈ ചാത്തനെ പറ്റി കുറെ കഥയുണ്ട്. ലോകിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ടൊവിനോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. കാണാൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 390 സഹോദരന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അങ്ങനെ ഒന്നുണ്ട്. അതിനും ഒരു കഥയുണ്ട്. വേദപണ്ഡിതനായിരുന്ന കളങ്കാട്ട് നമ്പൂതിരിക്ക് കുട്ടികളില്ലായിരുന്നു. തനിക്ക് സന്താന ഭാഗ്യം ലഭിക്കാനായിട്ട് ഒരു ഭയങ്കര ശിവഭക്തനായിരുന്ന നമ്പൂതിരി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്പൂതിരിയുടെ മനയുടെ മുമ്പിൽ ഒരു കൈക്കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. മക്കളില്ലാത്ത തനിക്ക് ഭഗവാൻ ശിവൻ തന്ന വരദാനമാണ് ഈ കുഞ്ഞെന്ന് നമ്പൂതിരി വിശ്വസിച്ചു. ആ കുഞ്ഞ് ഒരു ശിവാംശമാണെന്നും നമ്പൂതിരിക്ക് മനസ്സിലായി. അങ്ങനെ നമ്പൂതിരിയുടെ മകനായി അവൻ മനയിൽ വളർന്നു. എന്നാൽ അവന്റെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അവനെ ഉപദ്രവിക്കുന്നവരെല്ലാം അവൻ കൊല്ലാനും മടിച്ചിരുന്നില്ല. വേദപഠന കാലത്ത് ഗുരു അടിച്ചതിന്റെ പേരിൽ ഗുരുവിനെയും കൊന്നു. മകന്റെ ഈ സ്വഭാവം നമ്പൂതിരിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ഒരിക്കൽ വളർത്തമ്മയെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ചാത്തനെ നമ്പൂതിരി വെട്ടിക്കൊന്നു. എന്നാൽ വെട്ടിയിട്ടും ചാത്തൻ മരിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ബ്രാഹ്മണരെ വരുത്തി ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി ഹോമകുണ്ടത്തിൽ നിറച്ചു. ഈ ഹോമകുണ്ട പൊട്ടിത്തെറിച്ച് ഹോമകുണ്ടത്തിൽ നിന്നും ഓരോ കഷ്ണത്തിൽ നിന്നായി ഓരോ ചാത്തന്മാരുണ്ടായി. അങ്ങനെ 390 ചാത്തന്മാരുണ്ടായി. ഓരോ ചാത്തന്മാർക്കും ഓരോ പവറാണ്. ഈ ഹോമകൂട്ടത്തിൽ നിന്ന് തീയിലേക്ക് വീണവൻ തീക്കുട്ടി, പറന്നുപോയവൻ പറക്കുട്ടി, കരിയിലേക്ക് വീണവൻ കരിക്കുട്ടി. അങ്ങനെ 390 കുട്ടിച്ചാത്തന്മാര്. ഇങ്ങനെയാണ് ചാത്തന്റെ ഐതിഹ്യം. അപ്പൊ അടുത്ത ചാപ്റ്റർ 2ന്റെ പ്ലോട്ട് എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോ മൊത്തത്തിൽ ഈ ഒരു കഥ പോയേക്കുന്ന പോക്ക് കണ്ടോ? അങ്ങനെ ഇതെല്ലാം വന്ന് കണക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്, ആ ഗുഹ. കത്തനാരുടെ കഥയിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഗുഹയുണ്ട്. ലോക സിനിമയിലും അതുപോലെ ഒരു ഗുഹയുണ്ട്. അപ്പോ ഈ രണ്ട് കഥയിലെയും ഗുഹ ഒന്ന് തന്നെയാണ്. ആ ഗുഹയ്ക്കുള്ളിലാവാം അവരുടെ ലോകം അഥവാ ലോക.